ഇതാണ് അപ്പോൾ നമ്മളെ ഒരു പ്രോബ്ലം. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ട്രാൻസ്ഷിപ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് തന്ന ഇൻഫർമേഷൻസ്. അപ്പോൾ എ ബി എക്സ് വൈ സെഡ് എന്നുള്ള കോളോ അതേപോലെ എ ബി എക്സ് വൈ സെഡ് എന്നുള്ള റോസും ആണ് തന്നത്. അപ്പം ഇവിടെ തന്നിട്ടുണ്ട് ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് അവൈലബിൾ എന്ന് വെച്ചാൽ എന്താ കപ്പാസിറ്റിയാണ്. കപ്പാസിറ്റി എത്രയാണ് എൻ്റെയും ബിൻ്റെയും 150 300 ആണ് തന്നിട്ടുണ്ട്. അതേപോലെ ഡിമാൻഡ് എന്തിൻ്റെയൊക്കെ തന്നത് എക്സും വൈയും സെഡും 150 ഈച്ചാന്നും തന്നിട്ടുണ്ട് അല്ലേ. അപ്പം ഇത്രയാണ് തന്നത്. പിന്നെ നമ്മളോട് ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ ടു ഇൻവെസ്റ്റിഗേറ്റ് ദ പോസിബിലിറ്റി ഓഫ് ട്രാൻസ്ഷിപ്മെൻറ്റ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഇൻ റുപ്പീസ് പെർ യൂണിറ്റ് ഗിവൺ ഇൻ ദ ടേബിളാണ് നമുക്ക് തന്നത്. അപ്പം ഇത് നമുക്ക് ആദ്യം ഈ പ്രോബ്ലം എന്താക്കണം, ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ആക്കണം. ആദ്യം നമുക്ക് ഡിമാൻഡും സപ്ലൈയും കണ്ടുപിടിക്കണം. ഡിമാൻഡ് സപ്ലൈ ഈക്വൽ ആണോ എന്ന് നോക്കണം അല്ലേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതെന്താക്കണം, ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ആക്കണം. എന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ നമ്മൾ ചെയ്യുക. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ എന്താക്കി ടേബിളിൽ നമുക്ക് തന്നൊക്കെ നമ്മൾ എഴുതി. പിന്നെ റിക്വയർമെൻറ്റ്സ് നമ്മൾ എഴുതുന്ന ഡിമാൻഡാണ്. പിന്നെ നമ്മൾ റിക്വയർമെൻറ്റ്സ് നമ്മൾ ഡിമാൻഡ് എഴുതി, സപ്ലൈ നമ്മൾ എഴുതി, വേറെ എക്സ്ട്രാ ഒന്നും എഴുതിയില്ല. നമുക്ക് തന്നതൊക്കെ നമ്മൾ അതേപോലെ എടുത്ത് എഴുതുകയാണ് ചെയ്തത് അല്ലേ. ഇനി നമുക്ക് സപ്ലൈയിൽ എന്താ എഴുതേണ്ടത്, ഡിമാൻഡിൽ എന്താ എഴുതേണ്ടതെന്ന് കാണണം. അപ്പോൾ ട്രാൻസ്ഷിപ്മെൻ്റ് ആണ് പ്രോബ്ലം. അപ്പോൾ സാധാരണ ചെയ്യുന്ന രീതിയിലല്ല നമ്മൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ സപ്ലൈ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, സപ്ലൈ ഈക്വൽ ടു എന്താണ്, നമ്പർ ഓഫ് യൂണിറ്റ് അവൈലബിൾ ആണ് ഇവിടെ സപ്ലൈ എന്ന് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടല്ലേ, നമ്പർ ഓഫ് യൂണിറ്റ് അവൈലബിൾ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാണ്, അതാണ് നമുക്ക് സപ്ലൈ. അപ്പോൾ ടോട്ടൽ സപ്ലൈ എന്തായിരിക്കും, ടോട്ടൽ സപ്ലൈ ഈക്വൽ ടു എത്ര ഇവിടെ തന്നിട്ടുണ്ട്, ദ നമ്പർ ഓഫ് യൂണിറ്റ് അവൈലബിൾ എ ആൻഡ് ബി ആർ 150 പ്ലസ് എന്താണ് 13 തന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ സപ്ലൈ എന്തായിരിക്കും, എ പ്ലസ് ബി ആയിരിക്കും. അതായത് എത്രയാണ് 150 പ്ലസ് 300, അതായത് എത്രയാണ് 450 ആണ് നമുക്ക് എന്താണ് ടോട്ടൽ എന്താണ് സപ്ലൈ അല്ലേ. ഇനി അതേപോലെ നമുക്ക് എന്ത് കാണണം, ടോട്ടൽ ഡിമാൻഡ് കാണണം. അപ്പം ഡിമാൻഡ് എത്രയാണ് നോക്കാം. ഡിമാൻഡ് ഏതൊക്കെയാണ് ഇവിടെ തന്നിട്ടുള്ളത്, ഡിമാൻഡിൻ്റെ ടോട്ടൽ എന്താ, ഡിമാൻഡ് ടോട്ടൽ ആകുമ്പോൾ ഏതൊക്കെയാണ് ഇവിടെ തന്നത്, ഏതൊക്കെയാണ് എക്സ് വൈയും സെഡും. അപ്പോൾ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് അല്ലേ, അതാണ് ഡിമാൻഡ്. അപ്പോൾ അതെത്രയാണ്, വൺ ഫിഫ്റ്റി പ്ലസ് 150 അത് എത്രയാണ് 450 അല്ലേ. ഇനി നമുക്ക് മനസ്സിലായി എന്താ ഡിമാൻഡും സപ്ലൈ എന്താണ് ഈക്വൽ ആണെന്ന് മനസ്സിലായി. അപ്പോൾ ടോട്ടൽ ഡിമാൻഡ് ആൻഡ് ടോട്ടൽ സപ്ലൈ ഈക്വൽ ടു 450, അതായത് n ഈക്വൽ ടു 450. n എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ n ഈക്വൽ ടു 450, അതായത് ബഫർ സ്റ്റോക്ക് എന്നാണ് നമ്മൾ ഇതിന് പറയുക. അപ്പോൾ ഈ ബഫർ സ്റ്റോക്കായിട്ടുള്ള 450 നമ്മൾ എന്താക്കണം, എനോട് ബിനോട് ആഡ് ചെയ്യണം, അതേപോലെ എക്സിനോടും വൈനോടും നമുക്ക് എഴുതി ആഡ് ചെയ്യണം, ഡിമാൻഡിൽ നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഇവിടെ എഴുതി വെക്കാം, ടോട്ടൽ ഡിമാൻഡ് ഈക്വൽ ടു എന്താണ് ടോട്ടൽ സപ്ലൈ അല്ലേ. ടോട്ടൽ ഡിമാൻഡ് ഈക്വൽ ടു ടോട്ടൽ സപ്ലൈ നമുക്ക് എഴുതി വെക്കാം. പിന്നെ അത് എത്രയാണ്, ടോട്ടൽ ഡിമാൻഡ് എന്താണ്, ടോട്ടൽ സപ്ലൈ ആണ്. അപ്പോൾ ദ ടോട്ടൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ അതായത് എത്രയാണ്, ടോട്ടൽ ഡിമാൻഡ് ആൻഡ് ടോട്ടൽ സപ്ലൈ എന്തുകൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുക, എന്നിനോടാണ്, ഈക്വൽ ടു എത്രയാണ് 450. അതായത് എന്താണ് n ഈക്വൽ ടു 450. അപ്പം n നമുക്ക് എത്രയായിട്ട് കിട്ടി, 450 ആയിട്ട് നമുക്ക് കിട്ടി. ഇനി ഈ 450 ആണ് നമ്മളിവിടെ എല്ലാത്തിലും ഡിമാൻഡിൻ്റെ കോളത്തിലും അതേപോലെ സപ്ലൈൻ്റെ കോളത്തിലും എല്ലാത്തിലും നമ്മൾ എത്രയാണ് എഴുതുക, ഈ 450 ആണ് നമ്മൾ എഴുതുക കേട്ടോ. ഡിമാൻഡിൻ്റെ കോളത്തിലും അതേപോലെ തന്നെ സപ്ലൈൻ്റെ കോളത്തിലും ഒരേപോലെ നമ്മൾ എന്താ എഴുതുക, ഈ 450 ആണ് നമ്മൾ എഴുതുക. അപ്പോൾ നമുക്ക് എല്ലാത്തിലും ഒരേപോലെ എന്ത് എഴുതി കൊടുക്കാം, 450 എഴുതാം.
എല്ലാത്തിനും കേട്ടോ. അപ്പോൾ 450 450 450 450 450. ഇവിടെയോ? ഇവിടെ അതേപോലെ 450 450 450 450 450 എല്ലാത്തിലും നമ്മൾ എന്താക്കി ഒരേപോലെ 450 എഴുതി. അപ്പോൾ നമ്മൾ എല്ലാത്തിലും 450 എഴുതി. ഇനി നമ്മൾ നോക്കുക, നമ്മൾ ഡിമാൻഡ് കണ്ടു. ഡിമാൻഡിൽ ഏതൊക്കെയാണ്? എക്സും വൈയും സെഡും ആണ് ഡിമാൻഡ് അല്ലേ. അപ്പോൾ ആ ഡിമാൻഡിൻ്റെ കൂടി നമ്മൾ എന്താക്കണം? ഡിമാൻഡിൻ്റെ എക്സിൻ്റെ കൂടിയും വൈൻ്റെ കൂടിയും സെഡിൻ്റെ കൂടി നമ്മൾ 150 150 150 കൂടെ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം? ആഡ് ചെയ്ത് കൊടുക്കണം. അതായത് ഇതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? അതും കൂടി നമ്മൾ എന്താക്കണം? ആഡ് ചെയ്തിട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് അതും കൂടി കൊടുത്തിട്ട് ആഡ് ചെയ്യാം. പ്ലസ് 150 പ്ലസ് 150 ഇവിടെ അതേപോലെ പ്ലസ് 150. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? എല്ലാത്തിനും നമുക്ക് എത്ര കിട്ടുക? 600 ആണ് കിട്ടുക. അപ്പോൾ 600 ഈക്വൽ ടു 600 ഈക്വൽ ടു എത്ര? 600. അപ്പോൾ അതേപോലെ നമ്മൾ എന്ത് നോക്കുക? സപ്ലൈ നോക്കുക. സപ്ലൈ എന്താണ്? എയും ബിയും ആണ്. അപ്പോൾ സപ്ലൈയിൽ എൻ്റെയും ബിൻ്റെയും കൂടെ, എൻ്റെ കൂടെ 150, ബീൻ്റെ കൂടെ എത്രയാണ്? ബി എത്ര? 300 അല്ലേ. 300 ആഡ് ചെയ്യാം. അപ്പോൾ എൻ്റെ കൂടെ നമ്മൾ എന്താ ആഡ് ചെയ്യുക? പ്ലസ് 150. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 600. പിന്നെ ബീൻ്റെ കൂടെ നമുക്ക് എത്ര ആഡ് ചെയ്യേണ്ടത്? 300. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക? നമുക്ക് 750 കിട്ടും. ഇനി നമുക്ക് നമ്മളെ സപ്ലൈൻ്റെ ഫുൾ എല്ലാ സപ്ലൈൻ്റെ ടോട്ടലും അതേപോലെ ഡിമാൻഡിൻ്റെ ടോട്ടലും കിട്ടുക. അപ്പോൾ ഇവിടെ 600 ആണ് മൂന്നിലും, ഇവിടെ 600 ഇവിടെ 750 ഫുള്ള് ആഡ് ചെയ്യുക. എൻ്റെ ഡിമാൻഡ് സപ്ലൈ ഈക്വൽ ആണോ നോക്കുക. അപ്പോൾ നമുക്ക് മൊത്തം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2700 കിട്ടും. അപ്പോൾ നമുക്ക് എന്താ? ഡിമാൻഡ് സപ്ലൈ ഈക്വലായി. ഇനി ഇത് വെച്ചിട്ട് ഇപ്പം നമ്മളെ പ്രോബ്ലം എന്തായി? നമ്മൾ ഡിമാൻഡ് സപ്ലൈ ഈക്വലാക്കി നമുക്ക് എന്താക്കാം? ഇതൊന്നും കൂടി ഒരേപോലെ ഒന്നും കൂടി ഇങ്ങോട്ട് എടുത്ത് എഴുതാം. എന്നിട്ട് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം സാധാരണ നമ്മൾ ഫീസിബിൾ സൊല്യൂഷൻ കാണുമ്പോൾ നമ്മൾ ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കാണാൻ വേണ്ടി നമ്മൾ ഏതൊക്കെ മെത്തേഡ് യൂസ് ചെയ്യുക? നോർത്ത് വെസ്റ്റ്, ഈസ്റ്റ് കോസ്റ്റ്, വാം. അപ്പോൾ നമുക്ക് അതിലേതെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് എന്താക്കാം? നമുക്ക് സാധാ കാണുന്ന പോലെ ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കാണാം. ഇവിടെ നമ്മളിപ്പോൾ വാം മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വാം മെത്തേഡ് യൂസ് ചെയ്തിട്ട് എന്താക്കാം? ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കാണാം. അതിന് വേണ്ടി നമ്മൾ എന്താക്കാം? ഈ ടേബിൾ നമുക്ക് എന്താക്കാം? ഒന്നും കൂടി എടുത്ത് മാറ്റി എഴുതാം കേട്ടോ. അപ്പോൾ നമ്മൾ എന്താക്കി? ട്രാൻസ്പോർട്ടേഷൻ മോഡലിൽ നമ്മൾ ചെയ്യുന്ന അതേപോലെ നമ്മൾ വാം മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ കാര്യവും നമ്മൾ അതേപോലെ എഴുതി. അപ്പോൾ നമ്മളിതിൻ്റെ അണ്ടറിൽ എഴുതിക്കോ കേട്ടോ, ബൈ യൂസിങ് വാം മെത്തേഡ് എന്ന് എഴുതണേ. അല്ലെങ്കിൽ ഇതിന് മുകളിൽ എഴുതുമ്പോൾ ഞാൻ ടേബിൾ വരച്ച് പോയതുകൊണ്ട് അപ്പോൾ നിങ്ങൾ ബൈ യൂസിങ് എന്ത് മെത്തേഡാണെന്ന് പിന്നെ മനസ്സിലാവില്ല. വാം മെത്തേഡിന് ഹെഡിങ് പോലെ എഴുതിയിട്ട് നിങ്ങൾ ഈ ടേബിൾ വരച്ച് തുടങ്ങിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മളൊക്കെ എഴുതി. നമുക്ക് പെനാൽറ്റി കാണണം. വാം മെത്തേഡിൽ നമ്മൾ എന്താ കാണുന്നത്? വാം മെത്തേഡ് നമ്മൾ പെനാൽറ്റി കാണാറില്ല. അപ്പോൾ നമുക്ക് എന്ത് കാണണം? നമുക്ക് പെനാൽറ്റി കാണണം കേട്ടോ. അപ്പോൾ നമ്മൾ ബൈ യൂസിങ് വാം മെത്തേഡ് നല്ലൊരു ഹെഡിങ് പോലെ എഴുതുക. എന്നിട്ട് നമ്മൾ എന്താക്കുക? പെനാൽറ്റി കാണുക. അപ്പോൾ പെനാൽറ്റി കാണുക. പെനാൽറ്റി കാണുമ്പോൾ നമ്മൾ ഏറ്റവും ചെറുതെന്ന് പിന്നെയുള്ള ചെറുത് കുറയ്ക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഏറ്റവും ചെറുത് 0 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ മൈനസ് ചെയ്ത് 1, പിന്നെ 0 മൈനസ് രണ്ടാമത്തെ അത് തന്നെ, പിന്നെ 0 മൈനസ് 1 മൂന്നാമത്തേലും അത് തന്നെ, നാലാമത്തേലും 0 തന്നെയാണ്. മൂന്നാമത്തേൽ 0യും 3 ആണ്. അപ്പോൾ 3 കിട്ടും. പിന്നെ നമുക്ക് എന്താ ചെയ്യാനുള്ളത്? ഇനി നമുക്ക് കോളം വൈസ് നോക്കാം. റോ വൈസ് നോക്കി ഇതും 0 തന്നെയാണ്. അപ്പോൾ 1 0 മൈനസ് 3 ആണ്. അപ്പോൾ 3. പിന്നെ 0 മൈനസ് 1 ആണ് 1. പിന്നെ വീണ്ടും 0 മൈനസ് 3 ആണ്. പിന്നെ നെക്സ്റ്റ് 0 മൈനസ് 1 ആണ്. അപ്പോൾ 1. ഇതിൽ ഏറ്റവും ഹയസ്റ്റ് പെനാൽറ്റി ആകുമ്പോൾ എന്താണ്? നമുക്ക് എല്ലാ 2 3 3 ഉണ്ട് അല്ലേ. നമുക്ക് ഇഷ്ടമല്ല എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ബി ആണ് എടുത്തത്. അപ്പോൾ ബി എടുക്കുമ്പോൾ നോക്കുക, ബി എടുക്കുമ്പോൾ ഇതിൽ ഞാൻ ബി എടുത്ത് ഞാൻ ഇപ്പോൾ ബി ആണ് എടുത്തത്. അപ്പോൾ ബിയിൽ ഏറ്റവും ചെറുത് ഏതാണ്? നമുക്ക് ഇഷ്ടമല്ല എടുക്കാം കേട്ടോ. വേണമെങ്കിൽ വൈ എടുക്കാം, അല്ലെങ്കിൽ സെഡ് എടുക്കാം, നമുക്ക് ഇഷ്ടമല്ല എടുക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കമ്പയർ ചെയ്യൽ. പെനാൽറ്റി 1 2 കമ്പയർ ചെയ്യും. ഏറ്റവും സ്മോൾ ഏതാ നോക്കും. എന്താ? അപ്പോൾ രണ്ടും ഒരേപോലെയാണ് ഇല്ലേ. അല്ല, ഏറ്റവും ബിഗ് ഏതാ നോക്കും. അപ്പോൾ രണ്ടും ഒരേപോലെയാണ്. ഇപ്പോൾ രണ്ടാമത്തെ ആണെങ്കിൽ കമ്പയർ ചെയ്യുമ്പോൾ എന്താ? രണ്ടാമത്തെ കോളത്തിൽ ബിഗ് ഉണ്ട്. പിന്നെ മൂന്നാമത്തിലേക്ക് പോകേണ്ട കാര്യമുണ്ടോ? ഇല്ല. രണ്ടാമത്തേൽ എന്താണ്? ബിഗ് 3 ആണ്. അപ്പോൾ നമ്മൾ 3 എടുത്ത്, കാരണം ബാക്കിയുള്ളതും 3നേക്കാളും വലുത് വേറെ ഇല്ല. അപ്പോൾ നമ്മൾ 3 എടുത്ത് ഇതിലെന്താണ്? ഏറ്റവും സ്മോൾ ഏതാ നോക്കാം. ഏറ്റവും സ്മോൾ ഏതാണ്? 0 ആണ് ഏറ്റവും സ്മോൾ. അപ്പം ഏറ്റവും സ്മോൾ 0 ആയതുകൊണ്ട് തന്നെ 0ൻ്റെ നമ്മൾ ഡിമാൻഡും സപ്ലൈ നോക്കും. അതായത് സപ്ലൈ എന്ന് വെച്ചാൽ കപ്പാസിറ്റിയാണ് നമ്മൾ സപ്ലൈ ചെയ്തത്. വേണമെങ്കിൽ ഇവിടെ സപ്ലൈ എന്ന് എഴുതാം.
അപ്പം നമ്മൾ പെനാൽറ്റി നോക്കുമ്പോൾ നിങ്ങൾ നോക്കുക, ആട്രിബ്യൂട്ടിൽ നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാനാണ് ഒരു കോമൺ ഫാക്ടർ. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് റോ നോക്കുക. ഫസ്റ്റ് റോൻ്റെ രണ്ടാമത്തെ ഏറ്റവും വലിയ പെനാൽറ്റി ഏതെങ്കിലും ഉണ്ടോ നോക്കുക. ഇല്ല 2-3 കോമൺ ആയിട്ടാണെങ്കിൽ ഇത് എത്രാമത്തെ റോയിലാണ് വരുന്നത്, ലാസ്റ്റത്തെ റോയിലല്ലേ വരുന്നത്. പക്ഷെ കോളം നമ്പർ നോക്കുകയാണെങ്കിൽ ഇതല്ലേ രണ്ടാമത്തെ കോളത്തിൽ തന്നെ വലുത് വരുന്നില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് വലുതെടുത്തത് കേട്ടോ. അപ്പോൾ ഇത് നോക്കുക, ഇതിൻ്റെ സപ്ലൈ ഏതാണ് 750 ആണ്, ഡിമാൻഡ് 450 ആണ് അല്ലേ. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറുത് ഏതാണ് 450 ആണ്. അപ്പോൾ നമ്മളിവിടെ 450 കൊടുത്ത്. ഇനിയിപ്പോൾ നമുക്ക് എന്താക്കാം, ഇത് ഏത് പോവും, ഏതാ കൊടുത്ത ഏതാ കോളമാണ്. അപ്പോൾ ഈ കോളം പോവും. നെക്സ്റ്റ് ടേബിളിൽ ബീൻ്റെ കോളം ഉണ്ടാവില്ല. അതിന് പകരം നമ്മൾ എന്താക്കും, 750 450 മൈനസ് ചെയ്തിട്ടാണ് നമ്മൾ നെക്സ്റ്റ് ടേബിളിൽ എഴുതുക. അപ്പോൾ അത് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ ടേബിളിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ബീൻ്റെ കോളായിരുന്നില്ലേ പോയതല്ലേ, ബീൻ്റെ കോളം നമുക്ക് പോയി. അപ്പം നമ്മൾ ബീൻ്റെ കോളം അല്ലാതെ ബാക്കി എല്ലാം എഴുതി. അപ്പോൾ ഡിമാൻഡിൽ എഴുതുക. ഡിമാൻഡിൽ എക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാവും, ഇല്ല 450 തന്നെ വരും. എക്സിനോ ഒരു മാറ്റം ഉണ്ടാവില്ല, 450 വരും. വൈക്കും മാറ്റം ഉണ്ടാവില്ല. എത്രയാണ് വൈൻ്റെത് എത്രയായിരുന്നു, സോറി എക്സിൻ്റെത് എത്രയായിരുന്നു 600 ആയിരുന്നു. വൈൻ്റെത് എത്ര തന്നെയാണ് 600 ആണ്. സെഡിൻ്റെ എത്രയാണ് 600 ആണ്. പിന്നെ കപ്പാസിറ്റി നോക്കുക. കപ്പാസിറ്റിയിൽ നമ്മൾ കമ്പയർ ചെയ്യാൻ എടുത്തത് ഏതായിരുന്നു, എ ആയിരുന്നു അല്ല. അപ്പം എക്ക് ഒരു മാറ്റമില്ല, അപ്പോൾ 600 എഴുതുക. പിന്നെ നോക്കുക ബിക്ക് മാറ്റില്ല, ബി അല്ലേ നമ്മൾ കമ്പയർ ചെയ്തിരുന്നത് അല്ലേ. ബീൻ്റെ ഇത് അല്ലായിരുന്നു നമ്മൾ കമ്പയർ ചെയ്തിരുന്നത്. ബീൻ്റെ ഡിമാൻഡും ബീൻ്റെ സപ്ലൈ ആയിരുന്നു നമ്മൾ കമ്പയർ ചെയ്തിരുന്നത്. അപ്പോൾ 750 മാറും. അപ്പോൾ 750ക്ക് പകരം നമുക്ക് അവിടെ എത്രയാണ് വരിക നോക്കുക. അവിടെ എത്രയാണ് അപ്പോൾ വരിക, 750ക്ക് പകരം 750 മൈനസ് എത്ര വരും, 450 വരും. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 300 ആണ് കിട്ടുക. അപ്പോൾ നമ്മളിവിടെ 300 എന്ന് എഴുതുക. ബ്രാക്കറ്റിൽ വേണേൽ എഴുതുക. എത്ര എഴുതുക, 750 മൈനസ് എത്ര 450. അങ്ങനെയാണ് നമുക്ക് 300 കിട്ടിയ. ഇനി എക്സിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ, ഇല്ല. എക്സ് അതേപോലെ തന്നെ 450 എഴുതുക. വൈക്ക് ഒരു മാറ്റമില്ല, 450 തന്നെ. സെഡിൻ്റെ ഒരു മാറ്റമില്ല, എത്രയാണ് 450 തന്നെ എഴുതുക. ഇനി പെനാൽറ്റി നോക്കുക. ഏറ്റവും ചെറുതെന്ന് വലുത് കുറയ്ക്കുക, 1 കിട്ടും. ഇവിടെ എത്ര കിട്ടുക, ഏറ്റവും ചെറുതെന്ന് 1 3 കുറയ്ക്കുക, അപ്പോൾ നമുക്ക് 2 കിട്ടും. ഇവിടെ 1 0 1 കുറയ്ക്കുക, 1 കിട്ടും. 0 1 കുറയ്ക്കുക, 1 കിട്ടും. 0 3 കുറയ്ക്കുക, 3 ആണ് കിട്ടുക. ഇനി കോളം വൈസ് നോക്കുക. 0 1 കുറയ്ക്കുക, 1 കിട്ടും. 0 1 കുറയ്ക്കുക, 1 കിട്ടും. 0 3 കുറയ്ക്കുക, 3 കിട്ടും. 0 1 കുറയ്ക്കുക, 1 കിട്ടും. ഏറ്റവും ഹയസ്റ്റ് ഉള്ളത് ഏതാണെന്ന് നോക്കുക. അപ്പോൾ ഞാൻ വൈൻ്റെ ആണ് എടുക്കുന്നത്. ഇപ്പോൾ വൈൻ്റെ എല്ലാം ആകുമ്പോൾ നമുക്ക് വൈൻ്റെ നോക്കുക. വൈൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ളത് 0 ആണ് അല്ലേ. അപ്പം 0ൻ്റെ ഡിമാൻഡും സപ്ലൈ നോക്കുക. ഏതാണ് 450 600 ആണ്. ഏറ്റവും സ്മോൾ ഏതാണ് 450 ആണ്. അപ്പോൾ നമ്മൾ 450 കൊടുത്ത് നമുക്ക് 450 കൊടുത്തപ്പോൾ ഇനിയിപ്പോൾ വൈൻ്റെ റോ ഉണ്ടാവില്ല അല്ലേ. ഇപ്പോൾ പിന്നെ വൈൻ്റെ കോളത്തിൽ എന്താക്കണം, 650 മൈനസ് 450 ആണ് നെക്സ്റ്റിൽ എഴുതുക. ഇത് വെച്ചിട്ട് നമുക്ക് എന്താക്കുക, സിംപ്ലക്സ് ടേബിൾ എഴുതാം കേട്ടോ. നെക്സ്റ്റ് നമ്മൾ തേർഡ് ടേബിൾ നോക്കുകയാണ്. അപ്പോൾ സെക്കൻഡ് ടേബിളിൽ പോയത് ഏതായിരുന്നു, നമുക്ക് വൈ എന്ന് പറഞ്ഞാൽ റോ ആണല്ലേ പോയത്. അപ്പോൾ നമുക്ക് വൈ ഇല്ലാതെ നമ്മൾ എയും ബിയും എക്സും സെഡും നമ്മൾ എഴുതി. ഇനി കോളത്തിനൊന്നും ഒരു മാറ്റമില്ല, അതേപോലെ എഴുതി. ഇനി ഡിമാൻഡ് നോക്കും. ഫസ്റ്റത്തെ ഡിമാൻഡ് എന്തെങ്കിലും മാറ്റം ഉണ്ടോ, ഇല്ല 450 തന്നെയാണ്. അപ്പോൾ നമ്മൾ 450 എഴുതി. രണ്ടാമത്തെ ഡിമാൻഡിന് മാറ്റം ഉണ്ടോ, ഇല്ല 600 തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്താക്കി 600 തന്നെ നമ്മൾ എഴുതുക. പിന്നെ മൂന്നാമത്തേന് മാറ്റം ഉണ്ടോ, ഉണ്ട്. നമ്മൾ മൂന്നാമത്തെ വൈൻ്റെ കോളം വെച്ചിട്ടായിരുന്നു നമ്മൾ കമ്പയർ ചെയ്തിരുന്നത് അല്ലേ. അപ്പോൾ 450 600 കുറച്ചിട്ട് ബാക്കി എത്ര 150 ആണ് നമ്മളിവിടെ എഴുതുന്നത് അല്ലേ. 150 ചെയ്ത് ബ്രാക്കറ്റിൽ എഴുതുക. 600 മൈനസ് 450, അങ്ങനെയാണ് നമുക്ക് 150 കിട്ടിയത്. സെഡിന് ഒരു മാറ്റമില്ല, നമ്മൾ എത്ര തന്നെ എഴുതുക, നമ്മൾ 600 തന്നെ എഴുതും. പിന്നെ കോളങ്ങൾ റോ നോക്കുക. റോയ്ക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ, കപ്പാസിറ്റിയിലില്ല 600, പിന്നെ 300, നെക്സ്റ്റ് എത്രയാണ് 450 അല്ലേ. അതിനൊന്നും എന്താണ് ഒരു മാറ്റമില്ല. പിന്നെ എന്താണ് സെഡ് 450 അല്ലേ. ഇനി പെനാൽറ്റി നോക്കുക. പെനാൽറ്റികൾ എങ്ങനെ വരാം, ഏറ്റവും ചെറുതെന്ന് കുറയ്ക്കുകയാണ് വേണ്ടത്. അപ്പോൾ 0 - 1 1, 0 1 3 - 1 - 2 1 - 3 2, പിന്നെ 0 - 1 1, പിന്നെ നെക്സ്റ്റ് പെനാൽറ്റി 0 - 3 3 തന്നെ. ഇനി കോളം വൈസ് നോക്കാം. 0 - 1 1, 0 - 1 1, 3 - 3 0, 0 - 1 എത്രയാണ് 1 അല്ലേ. നമുക്കപ്പോൾ അത്രയും കിട്ടിയില്ലേ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, നെക്സ്റ്റ് നമുക്ക് എന്താ ചെയ്യാം, നമുക്ക് ഈ കപ്പാസിറ്റിൻ്റെ ഇതിൻ്റെ ഓരോ ഇത് മാറുന്നതനുസരിച്ച് ഉണ്ടാക്കും. ഇതിൻ്റെ ടോട്ടലിൽ നമുക്ക് മാറ്റം വരില്ലേ. അപ്പം ഇതിൻ്റെ ടോട്ടൽ എത്ര വരിക, നമുക്ക് 600 പ്ലസ്
എന്തെങ്കിലും ഒരു സൈഡ് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സൈഡ് നോക്കാം. രണ്ട് സൈഡ് നോക്കാം. രണ്ട് സൈഡ് എന്താണ് ഈക്വൽ ആണോ നമ്മൾ എന്താക്കണം, ഓരോ പ്രാവശ്യം നോക്കണം. ബാലൻസ്ഡ് ആണോ നമ്മൾ പ്രോബ്ലം നോക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഇത് കൂട്ടാം, പിന്നെ ഇത് കൂട്ടാം. അപ്പോൾ നമുക്ക് ഇത്ര കിട്ടുക 1800 ആണ് നമുക്ക് കിട്ടുക. ഡിമാൻഡും കപ്പാസിറ്റിയും എന്താണ് ഈക്വൽ ആണ്. ഇനി നോക്കുക, ഇതിൽ ഏറ്റവും വലിയ പെനാൽറ്റി ഏതാണെന്ന് നോക്കുക. കാരണം വാം മെത്തേഡാണല്ലോ, 3 ആണ്. ഈ റോയിൽ ഏറ്റവും സ്മോൾ ആയത് ഏതാണെന്ന് നോക്കുക, 0 ആണ്. 0ൻ്റെ ഡിമാൻഡും കപ്പാസിറ്റിയും കമ്പയർ ചെയ്താണ് 450 ആണ് ചെറുത്. അപ്പോൾ നമ്മൾ 450 എടുത്തു അല്ലേ. അപ്പം നമ്മളിവിടെ 450 കൊടുക്കുക. നമ്മൾ 450 കൊടുക്കുമ്പോൾ നമുക്ക് ഏതാ പോവുക, സെഡിൻ്റെ എന്ത് പോവും, സെഡിൻ്റെ റോ പോവും. നെക്സ്റ്റ് ടേബിളിൽ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, ഇനി എയും ബിയും എക്സും മാത്രമേ ഉണ്ടാവുള്ളൂ. സെഡിൻ്റെ എന്തുണ്ടാവില്ല, റോ ഉണ്ടാവില്ല. അതേപോലെ നമ്മൾ എന്താ ചെയ്യുക, ഈ സെഡിൻ്റെ കോളത്തിൽ നിന്ന് എന്താക്കും, 450 മൈനസ് ചെയ്തിട്ടാണ് നെക്സ്റ്റിൽ എഴുതുക. അപ്പോൾ നമുക്ക് എങ്ങനെ വരുന്നത് നോക്കാം. നമുക്കത് നെക്സ്റ്റ് ടേബിൾ വരച്ചിട്ട് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് നമ്മൾ 4th ടേബിളാണ് നോക്കുന്നത്. അപ്പോൾ 3rd ടേബിളിൽ നമുക്ക് ഏതാണ് പോയത്, സെഡിൻ്റെ റോ ആണ് നമുക്ക് പോയത്. അപ്പോൾ സെഡിൻ്റെ റോ നമ്മൾ എഴുതുന്നില്ല, എയും ബിയും എക്സും ആണ് എഴുതുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ഡിമാൻഡിന് എന്തെങ്കിലും മാറ്റമുണ്ടോ, ഇല്ല. അപ്പോൾ നമ്മൾ 450 എഴുതുക. രണ്ടാമത്തെ ഡിമാൻഡിനോ, എക്സിൻ്റെ ഡിമാൻഡിന് മാറ്റമല്ല, നമ്മൾ 600 തന്നെ എഴുതുക. മൂന്നാമത്തെ ഡിമാൻഡ് 150 ആണ്, വൈ അതിന് മാറ്റമല്ല. നമുക്ക് ഏതാണ് മാറ്റം ഉണ്ടായിരുന്നത്, സെഡിൻ്റേതാണ്. അപ്പോൾ സെഡിൻ്റെ ആകുമ്പം എങ്ങനെയാണ്, നമുക്ക് സെഡിൻ്റെ 450 600 കൂടി ആയിരുന്നു കമ്പയർ ചെയ്തിരുന്നത്. അപ്പം നമുക്ക് എത്ര കിട്ടും, നമുക്കിവിടെ 150 ആണ് കിട്ടുക. എങ്ങനെയാണ്, 600 മൈനസ് 450 നമ്മൾ ചെയ്യുക. ഇനി കപ്പാസിറ്റി അതായത് സപ്ലൈ നോക്കുക. ഫസ്റ്റത്തേന് മാറ്റം ഉണ്ടായിരിക്കും, ഇല്ല. അപ്പോൾ നമ്മൾ 600 ചെയ്യുക. രണ്ടാമത്തെ ബിക്ക് ഇല്ല, അപ്പോൾ നമ്മൾ എന്താക്കുക, 300 ചെയ്യുക. മൂന്നാമത്തെ നോക്കും, മൂന്നാമത്തെ എക്സിനുണ്ടോ, എന്തെങ്കിലും മാറ്റം ഉണ്ടോ, ഇല്ല. അപ്പോൾ നമുക്ക് എത്രയാണ്, നമുക്ക് എക്സും എത്ര തന്നെയാണ് കിട്ടും, നമുക്ക് 450 ആണ് നമുക്ക് എത്ര കിട്ടുക, എക്സും നമുക്ക് കിട്ടുക. കാരണം അതിന് നമുക്ക് എന്താ മാറ്റമൊന്നും വന്നില്ല. ഇനി നമുക്ക് എന്താക്കാം, എല്ലാത്തിൻ്റെയും ടോട്ടൽ നമുക്ക് എഴുതിയിട്ടിടാം. അപ്പോൾ 300 പ്ലസ് 600 പ്ലസ് 450 നമുക്ക് എത്ര കിട്ടുക, നമുക്ക് 1350 കിട്ടും. അതുപോലെ തന്നെ 450 600 150 ആഡ് ചെയ്താലും അത്ര തന്നെയാണ് കിട്ടുക. അത്രയും 1350. അപ്പോൾ അവിടെ ഡിമാൻഡ് സപ്ലൈ എന്താണ്, ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് എന്താ, ഇത് മാറ്റേണ്ട കാര്യമല്ല. ഇനി നമുക്ക് എന്താക്കാം, ബാലൻസ്ഡ് ആണ്. നമുക്ക് എന്താക്കാം, P4 കണ്ടുപിടിക്കാം. നമുക്ക് പെനാൽറ്റി മെത്തേഡ് ആണല്ലോ നമ്മൾ. അപ്പോൾ പെനാൽറ്റി നോക്കാം. അപ്പോൾ നമ്മൾ പെനാൽറ്റി നോക്ക്, ഏറ്റവും ചെറുതെന്ന് ഏറ്റവും വലുത് കുറയ്ക്കുക. ഇപ്പോൾ 0 - 1 എത്രയാണ്, നമുക്ക് 1 ആണ് പെനാൽറ്റി. ഇവിടെ ആകുമ്പോൾ 3 - 1 2. നെക്സ്റ്റ് നോക്കുക എത്രയാണ്, 0 - 1 1 തന്നെ. ഇനി കോളം വൈസ് നോക്കുക, 0 - 1 എത്രയാണ്, 1. 0 - 1 1. 3 - 5 2. ഇവിടെ ആകുമ്പോൾ എത്ര വരിക, 15 - 1 ആണ് വരിക. അപ്പോൾ 14 ആണ് വരിക. നമുക്ക് ഹയസ്റ്റ് പെനാൽറ്റി ഏതാണ് നമുക്കറിയാം, ഇവിടെ 14 ആണ് ഹയസ്റ്റ് പെനാൽറ്റി. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറുത് ഏതാണ്, 1 ആണ് അല്ലേ. അപ്പോൾ 1 നമ്മൾ എടുക്കുക. 1ൽ ഇതിൽ ഏറ്റവും ചെറുത് ഈ റോയ്ക്ക് 1 ആണല്ലോ. അപ്പോൾ 1ൻ്റെ കപ്പാസിറ്റി ഡിമാൻഡ് കമ്പയർ ചെയ്യാൻ ഏറ്റവും ചെറുത് ഏതാണ്, നമുക്ക് അറിയാം ഏതാണ് ഏറ്റവും ചെറുത്, 150 ആണ്. അപ്പോൾ നമുക്ക് 1ന് 150 കൊടുക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ഏത് പോകും, സെഡിൻ്റെ കോളം ഉണ്ടാവില്ല, എക്സും എയും എക്സും വൈയും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് വെച്ച് നമുക്ക് എന്താക്കാം, 5th ടേബിൾ ഡ്രോ ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് നമ്മൾ അടുത്ത ടേബിൾ നോക്കുകയാണ്. അപ്പം ഇതിലേതെങ്കിലും പോയത് എന്ത് ചെയ്യുന്നു, സെഡിൻ്റെ കോളം ആയിരുന്നില്ലേ പോയത്. അപ്പോൾ സെഡിൻ്റെ കോളം ഇല്ലാത്ത ടേബിളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എൻ്റെ ഡിമാൻഡിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ, ഇല്ല. അപ്പോൾ നമ്മൾ 450 ചെയ്യുക. എക്സിൻ്റെല്ലോ ഇല്ല, 600. വൈൻ്റെ എന്തെങ്കിലും മാറ്റമുണ്ടോ, വൈൻ്റെ ആയിരുന്നു നമ്മൾ കമ്പയർ ചെയ്തിരുന്നത് നോക്കുക. അപ്പോൾ നമ്മൾ വൈൻ്റെ ആയിരുന്നു കമ്പയർ ചെയ്തിരുന്നത് അല്ല. അപ്പോൾ നമുക്ക് എന്താ, നമുക്കിവിടെ എത്ര എഴുതാം, നമുക്ക് വൈൻ്റേത് 150 തന്നെ എഴുതാം. ഇനി കപ്പാസിറ്റി നോക്കുക, ഏൻ്റെതാണ് നമ്മൾ കമ്പയർ ചെയ്തതല്ല. അപ്പോൾ നമ്മൾ 600 എഴുതുക. ബീൻ്റെ ആയിരുന്നു കമ്പയർ ചെയ്തതല്ല. അപ്പോൾ നമ്മൾ 300 എഴുതുക. ഇപ്പോൾ നമ്മൾ എക്സിൻ്റെ അല്ലേ കമ്പയർ ചെയ്തിരുന്നത്, നമുക്ക് 450 150 അല്ലേ കമ്പയർ ചെയ്തിരുന്നത്. അപ്പോൾ ഇവിടെ എക്സിൻ്റെ എത്ര വരും, 450 മൈനസ് 150 ആണ് നമ്മളിവിടെ എന്തിൻ്റെ എഴുതുക, നമ്മളിവിടെ എക്സിൻ്റെ എഴുതുക. അപ്പോൾ നമുക്ക് ഇവിടെ 300 തന്നെയാണ് നമ്മളിവിടെ എഴുതുക. അപ്പോൾ 300 എഴുതുക, ബ്രാക്കറ്റിൽ എഴുതുക. 450 മൈനസ് 150 ആണ് നമ്മളിവിടെ ചെയ്യുന്നത് അല്ലേ. ഇനി നമുക്ക് എന്താക്കണം, ടോട്ടൽ ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആണോ നോക്കുക. അപ്പോൾ ആദ്യം സപ്ലൈൻ്റെ ടോട്ടൽ ഫുൾ ആഡ് ചെയ്ത് നോക്കുക. പിന്നെ എന്താക്കുക, അതേപോലെ തന്നെ സപ്ലൈ എന്ന് വെച്ചാൽ കപ്പാസിറ്റീൻ്റെ അതേപോലെ തന്നെ ഡിമാൻഡും ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 1200 കിട്ടും. ഇത് ആഡ് ചെയ്താലും നമുക്ക് 1200 തന്നെയാണ് കിട്ടി. നമുക്ക് എന്താക്കാം, പെനാൽറ്റി നോക്കാം. അപ്പോൾ പെനാൽറ്റി വൈസ് നോക്കുമ്പോൾ
ഏറ്റവും ചെറുത് ഏതാണ്? 0 ആണ്. 0 - 1 1. ഇതിൽ ഏറ്റവും ചെറുത് 1 ആണ്. അപ്പോൾ 3 - 1 2. 0 - 3 എത്രയാണ്? നമുക്ക് 3 കിട്ടും. ഇനി കോളം നോക്കാം. 0 - 1 1. 0 - 1 1. 3 - 5 എത്രയാണ്? നമുക്ക് എത്ര കിട്ടുക? നമുക്ക് 2 ആണ് കിട്ടുക. അപ്പോൾ നമുക്ക് ഇതിൽ ഹയസ്റ്റ് പെനാൽറ്റി 3 ആണ്. അപ്പോൾ ഇതിൽ ഏറ്റവും സ്മോൾ ഏതാണ്? 0 ആണ് അല്ലേ? അപ്പോൾ 0ൻ്റെ ഡിമാൻഡും സപ്ലൈയും കമ്പയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം ഏറ്റവും ചെറുത് ഏതാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ഏറ്റവും സ്മോൾ ഏതാണ്? നമുക്ക് അറിയാം 300 ആണെന്ന് അറിയാം. അപ്പോൾ നമുക്ക് 0ക്ക് 300 കൊടുക്കാം. അപ്പോൾ ഈ നെക്സ്റ്റിൽ എന്തുണ്ടാവില്ല? എക്സിൻ്റെ റോ ഉണ്ടാവില്ല അല്ലേ? എക്സിൻ്റെ റോ ഉണ്ടാവില്ല. അതേപോലെ നമ്മൾ എന്താ വെച്ചാൽ എക്സിൻ്റെ കോളത്തിൽ നമ്മൾ 300 മൈനസ് ചെയ്തിട്ടാണ് നമ്മൾ എഴുതുക. നെക്സ്റ്റ് നമ്മൾ 6th ടേബിൾ നോക്കുകയാണ്. അപ്പോൾ നമുക്ക് 5th ടേബിളിൽ ഏതായിരുന്നു പോയത്? നമുക്ക് എക്സ് ആയിരുന്നു പോയത്. അപ്പോൾ എക്സിൻ്റെ റോ ഇല്ല അല്ലേ? നമുക്ക് എയും ബിയും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എയും ബിയും മാത്രമേ എഴുതുക. അപ്പോൾ നോക്കുക. ഈ നെക്സ്റ്റ് നമുക്ക് ഏതാണുള്ളത്? ബീൻ്റെ എൻ്റെ ഡിമാൻഡിന് എന്തെങ്കിലും മാറ്റം ഉണ്ടായിരുന്നു നമ്മൾ കമ്പയർ ചെയ്ത് അല്ല. അപ്പോൾ നമുക്ക് എന്താക്കാം? നമുക്ക് 450 എഴുതാം. ഇനി നമുക്ക് എക്സിൻ്റെ കോളല്ലേ നമ്മൾ കമ്പയർ ചെയ്തത്. അപ്പോൾ 300 മൈനസ് 600 നമുക്ക് എത്ര കിട്ടുക? 600ന് 300 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് 300 മാത്രമേ കുറയ്ക്കും. ബ്രാക്കറ്റിൽ എഴുതാം. 600 മൈനസ് 300 എഴുതുക. വൈക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഇല്ല. 150 തന്നെ. അതേപോലെ കപ്പാസിറ്റിക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ? എൻ്റെ കപ്പാസിറ്റിക്ക് ഒരു മാറ്റമില്ല. അപ്പം നമുക്ക് എന്താക്കാം? അതേപോലെ തന്നെ നമുക്ക് എഴുതാം. എത്ര? 600 തന്നെ എഴുതാം. പിന്നെ ബീൻ്റെ കപ്പാസിറ്റിക്ക് ഒരു മാറ്റമില്ല. എത്ര തന്നെയാണ്? 300 തന്നെയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? നമുക്ക് 900 ആണ് കിട്ടുക. കപ്പാസിറ്റിയും ഡിമാൻഡും എന്താണ്? നമുക്ക് ഈക്വൽ ആണ്. നമുക്ക് പെനാൽറ്റി നോക്കാം. 0 - 1 1. 3 - 1 എത്രയാണ്? 2. ഇനി നമുക്ക് കോളം വൈസ് നോക്കാം. 0 - 1 1. 3 - 1 2. 5 - 3 എത്ര തന്നെയാണ്? 2 തന്നെയാണ്. അപ്പോൾ നമുക്ക് ഏതാണ് നമുക്ക് എടുക്കേണ്ടത്? നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒന്ന് ആൾട്ടർനേറ്റീവായിട്ട് എടുക്കുകയാണ് ചെയ്യുക. കാരണം നമുക്കൊക്കെ എന്താണ് സെയിം തന്നെയാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒന്ന് നമുക്ക് ഒന്നെങ്കിൽ ഈ 2 അല്ലെങ്കിൽ ഇതോ നമുക്ക് ഏതെങ്കിലും ഒന്ന് ആൾട്ടർനേറ്റീവായിട്ട് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിൽ ഞാനിപ്പോൾ എടുക്കുന്നത് സെക്കൻഡാണ്. അപ്പോൾ സെക്കൻഡ് എടുക്കുമ്പോൾ ഇതിൽ ഏറ്റവും സ്മോളായി വരുന്നത് ഏതാണ്? 1 ആണ് അല്ലേ? ഇതിൽ ഏറ്റവും സ്മോൾ ഏതാണ്? 1 ആണ്. അപ്പോൾ ഇതിൻ്റെ ഡിമാൻഡും സപ്ലൈയും കമ്പയർ ചെയ്യുക. ഇത്രയാണ് 300ഉം 600ഉം ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് 1ൽ എത്ര ഏറ്റവും സ്മോൾ ഏതാണ്? നമുക്ക് 300 ആണ്. അപ്പോൾ നമുക്ക് എന്താക്കാം? 300 എഴുതി കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് കോളത്തിൽ എന്തുണ്ടാവില്ല? നമുക്ക് എക്സിൻ്റെ കോളം ഉണ്ടാവില്ല. അതേപോലെ തന്നെ നമുക്ക് എന്താക്കും? കപ്പാസിറ്റി നമ്മൾ കമ്പയർ ചെയ്തത് ഏതുമായിട്ടാണ്? എയുമായിട്ടാണ്. അപ്പോൾ ഇവിടെ കുറച്ചിട്ട് ഇവിടെ 300 ആവുകയും ചെയ്യും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് 5th എഴുതാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ടേബിൾ 7 ആണ്. അപ്പോൾ ടേബിൾ 7 ആകുമ്പോൾ നമുക്ക് ടേബിൾ 6 പോയത് എക്സിൻ്റെ കോളായിരുന്നു പോയത്. ഇപ്പോൾ എയും വൈയും മാത്രമാണുള്ളത്. അപ്പോൾ ടേബിൾ 7 നമുക്ക് ഡ്രോ ചെയ്യുമ്പോൾ എയും വൈൻ്റെ വാല്യൂസ് ചെയ്ത് ഡിമാൻഡ് നോക്കുക. എക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ? ഇല്ല. എക്ക് ഒരു മാറ്റമില്ലല്ലോ. അപ്പോൾ നമ്മൾ കോളത്തിലൊരു മാറ്റമില്ല. വൈൻ്റെ കോളത്തിലും എന്താ ഒരു മാറ്റമില്ല. 150 എഴുതുക. കപ്പാസിറ്റി നോക്കുക. നമ്മൾ ആയിട്ടായിരുന്നു കമ്പയർ ചെയ്തിരുന്നത്. അപ്പോൾ നേരത്തെ 300 ആയിരുന്നല്ലോ. അപ്പോൾ ഇവിടെ എത്ര വരും? 300 ആണ് വരിക. കാരണം 600 മൈനസ് 300 ബ്രാക്കറ്റിൽ എഴുതുക. ബി എന്താണ്? ഓൾറെഡി 300 തന്നെയാണ്. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ കപ്പാസിറ്റിയും ഡിമാൻഡും എന്താണ്? നമുക്ക് ഈക്വൽ തന്നെ കിട്ടുക. 600 തന്നെയാണ് കിട്ടുക. ഇനി എന്താക്കുക? പെനാൽറ്റി നോക്കുക. പെനാൽറ്റി നോക്കുമ്പോൾ ഏറ്റവും ചെറുത് എത്രയാണ്? 0 ആണ്. 0 - 3 നമുക്ക് 3 തന്നെ കിട്ടും. 1 - 5 4 കിട്ടും. ഇവിടെ നമുക്ക് എത്ര കിട്ടും? 0 - 1 1 കിട്ടും. 5 - 3 എത്ര? 2 തന്നെ കിട്ടും. ഇതിലേറ്റവും ഹയസ്റ്റ് പെനാൽറ്റി ഏതാണ്? 4 ആണ്. ഇതിലേറ്റവും സ്മോളസ്റ്റ് വാല്യൂ ഏതാണ്? 1 ആണ്. അപ്പോൾ 1ൻ്റെ ഡിമാൻഡ് സപ്ലൈ നമ്മൾ കമ്പയർ ചെയ്യുക. ഏറ്റവും ചെറുത് 300 ആണ്. നമ്മൾ എടുത്ത് നമ്മൾ 300 ആണ് നമ്മൾ എടുക്കുക. അപ്പോൾ നമുക്ക് ഏതാണ് പോവുക? നമുക്ക് ബീൻ്റെ റോ ഉണ്ടാവില്ല. നെക്സ്റ്റിൽ എന്തുണ്ടാവുക? എ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ? അത് വെച്ചിട്ട് നമുക്ക് 8th ടേബിൾ ഡ്രോ ചെയ്യാം. അപ്പോൾ നമ്മൾ 8th നോക്കുക. 8ൽ എന്താ ഉണ്ടാവുക? നമുക്ക് ബീൻ്റെ റോ പോയില്ലേ? 7th നോക്കുക. 7th നമുക്ക് ബീൻ്റെ റോ അല്ല നമുക്ക് പോയത്. അപ്പോൾ എ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ കോളം എയും വൈയും ഉണ്ടാവും. അപ്പോൾ നമുക്ക് എൻ്റെ കോളത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ? നമുക്ക് എൻ്റെ കോളത്തിൽ ഒരു മാറ്റം ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ നമ്മൾ എത്ര തന്നെ എഴുതുക? നമ്മൾ
എൻ്റെ ഡിമാൻഡിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ നോക്കാം. അപ്പം നിങ്ങൾ നോക്കുക, ഇതിൽ നമ്മൾ എയും ആയിട്ട് ഇരുന്നല്ലേ കമ്പയർ ചെയ്തിരുന്ന എൻ്റെ ഡിമാൻഡ് ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്തിരുന്നത്. അപ്പോൾ 300 മൈനസ് എത്രയാണ് 450 ആണ് നമ്മൾ ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 150 ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് 150 300 മൈനസ് 450 ആണ് കിട്ടുക. അപ്പോൾ നമുക്കിവിടെ 150 ഡിമാൻഡ് ചെയ്താൽ വൈൻ്റെ എന്തെങ്കിലും മാറ്റം ഉണ്ടാവില്ല, 150 ആയിരിക്കും. ഈ സപ്ലൈൻ്റെ എന്തെങ്കിലും മാറ്റം ഉണ്ടാവും, സപ്ലൈ നമ്മൾ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ ഇല്ല. അപ്പോൾ നമ്മൾ എന്താ 300 തന്നെയാണ് നമ്മൾ എഴുതുക. ഇനി ടോട്ടൽ ഇവിടെ എന്താ 300 ആണ് വരിക. ഇനി നമുക്ക് പെനാൽറ്റി നോക്ക്, ഇവിടെ നമുക്ക് മൈനസ് ചെയ്യാനൊന്നുമില്ലല്ലോ, അപ്പോൾ 0 തന്നെയാണ്. ഇവിടെ എന്താണ് 3 ആണ്, 0 മൈനസ് 3, ഇവിടെ നമുക്ക് എത്ര കിട്ടും? 3 കിട്ടും. ഇനി നമുക്ക് ഹയസ്റ്റ് പെനാൽറ്റി 3 എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഇതിൽ ഏറ്റവും ലോവസ്റ്റ് ഏതാണ്? 0 ആണ്. 0ൻ്റെ ഡിമാൻഡും സപ്ലൈയും കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ചെറുത് ഏതാണ്? 150 ആണ്. അപ്പോൾ 150 നമുക്കറിയാം ഇവിടെ 1 ഇവിടെ 2 ആണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ജസ്റ്റ് കമ്പയർ ചെയ്യുള്ളൂ അല്ലേ. അപ്പോൾ 3ൻ്റെ നോക്കുമ്പോൾ ഇതിൽ ഏറ്റവും ചെറുത് 150 തന്നെയാണ്. അപ്പോൾ നമ്മൾ എത്ര ചെയ്ത് 150 എഴുതുക. അപ്പോൾ നമുക്ക് എല്ലാ ഡിമാൻഡ് സപ്ലൈ നമുക്ക് കിട്ടിക്കഴിഞ്ഞ് ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇത് അപ്ലൈ നമുക്ക് കിട്ടിയ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്താക്കുക? ഒരു ടേബിൾ വരയ്ക്കുക, അതിൻ്റെ അതിലേക്ക് നമുക്ക് കിട്ടിയതൊക്കെ നമ്മൾ എഴുതുക അല്ലേ. എന്നിട്ട് നമുക്ക് നമ്മൾ പ്രോബ്ലം നോക്കാം, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കാണാം. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ കിട്ടിയതെല്ലാം നമ്മളിങ്ങോട്ട് എഴുതി. ഇനി നമുക്ക് എന്താക്കണം? നമ്മൾ സൊല്യൂഷൻ ബേസിക് ഫീസിബിൾ ആണോ അല്ലയോ നോക്കണം. അതെങ്ങനെയാണ് നോക്കുക? m+n-1 നോക്കുക. ഇവിടെ എത്രയാണ്? 5 റോസും 5 കോളംസ് ആണുള്ളത്. അപ്പോൾ 5 + 5 - 1 എത്രയാണ് നമുക്ക് കിട്ടുക? 9 ആണ്. അലോക്കേഷൻ എത്രയുണ്ട് നോക്കുക? 2 3 4 5 6 7 8 9 ഉണ്ട് അല്ലേ. അപ്പം ഈസ് ഈക്വൽ ടു എന്താണ്? അലോക്കേറ്റഡ് സെൽ. സോ സൊല്യൂഷൻ ഈസ് ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ അല്ലേ. ഇനി എന്ത് കാണണം? ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കാണണം. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഈക്വൽ ടു എത്രയുണ്ട്? മൊത്തം നമുക്ക് എന്തൊക്കെയാണ്? ഇൻറ്റു ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കാണുക? ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കാണുക. അപ്പോൾ നമുക്കത് മൊത്തം ഇൻറ്റു ചെയ്തിട്ട് നമുക്ക് എന്താക്കാം? ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കാണാം. ഫസ്റ്റ് 0 × 150 പ്ലസ് 300 × 1 പ്ലസ് 300 × 65 പ്ലസ് 450 × 0 plus 300 × 0 plus 3 × 150 plus 150 × 1 plus 400 × 0 plus എത്രയാണ്? 400 × 0 അല്ലേ. 1 2 3 4 5 6 7 8 9. അപ്പോൾ നമുക്കിത് മൊത്തം ഇൻറ്റു ചെയ്ത് പ്ലസ് ചെയ്താൽ നമുക്ക് എത്ര ആൻസർ കിട്ടുക? 1012 കിട്ടും. അപ്പം ഇതാണ് നമ്മളെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. ട്രാൻസ്ഷിപ്മെൻറ്റിൽ വന്ന് നമ്മൾ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്തപ്പോൾ നമുക്ക് ഇനീഷ്യലായിട്ടുള്ള ടോട്ടലായിട്ടുള്ള ട്രാൻസ്ഷിപ്മെൻറ്റ് കോസ്റ്റ് ഇതാണ്. അപ്പോൾ ഇതാണ് എന്ത്? ടോട്ടൽ എന്ത് കോസ്റ്റാണിത്? ട്രാൻസ്പോർട്ടേഷൻ അല്ല, ടോട്ടൽ എന്താണ്? ട്രാൻസ്ഷിപ്മെൻറ്റ് കോസ്റ്റ്. ഷിപ്മെൻറ്റ് കോസ്റ്റ് ആണ് നമുക്ക് ഇപ്പോൾ കിട്ടിയ എത്ര? 1200. നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്കത് ഒന്നും കൂടി എടുത്തിട്ട് എന്താക്കാം? വലുതാക്കിയിട്ട് ഇവിടെ എഴുതാം. ടോട്ടൽ ട്രാൻസ്ഷിപ്മെൻറ്റ് കോസ്റ്റ് ഈക്വൽ ടു എത്രയാണ്? 1200 നമുക്ക് എന്താക്കാൻ വേണമെങ്കിൽ എടുത്തിട്ട് വലുതാക്കിയിട്ട് എഴുതാം കേട്ടോ. അപ്പം ഇതാണ് ഇത് തീർന്നിട്ടോ. ഇത്രയാണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. ആദ്യം നമ്മൾ എന്താക്കി? നമ്മളത് ട്രാൻസ്ഷിപ്മെൻറ്റിന് നമ്മൾ ട്രാൻസ്പോർട്ടേഷനാക്കി മാറ്റി. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്തത്? സാധാ ഏതെങ്കിലും ഒരു മെത്തേഡ് വെച്ച് ചെയ്ത്, ഞാനിവിടെ വാം മെത്തേഡ് വെച്ചിട്ടാണ് ചെയ്തത്. അപ്പം നമുക്ക് ആൻസർ കിട്ടിയിട്ടോ.